Magic morning to all. Magic morning. അവിടെ എല്ലാവരും അവിടെ ബിമാജിക്കിന്റെ 2271 സൂം മീറ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അൺബോസ് യുവർ ഫ്യൂച്ചർ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ശ്രീഷ്ണ ഷിബു ആണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം ശ്രീഷ്ണ. Thank you, Shengana ma'am. Thank you, everyone. Magic morning. മാജിക് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ് ടോപ്പിക്? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഒരു ഓവർവ്യൂ കിട്ടിയായിരുന്നോ? അൺബോസ് യുവർ ഫ്യൂച്ചർ. അൺബോസ് യുവർ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു ഷെയ്ന മാം. എല്ലാവരും സൈലന്റ് ആണല്ലോ. അൺബോസ്. അല്ലല്ല, കേൾക്കുന്നുണ്ട്. ഒരു ഡൗട്ട് വെച്ചോട്ടെ, അൺബോസ് തന്നെയാണോ അത് അൺബോക്സ് ആണോ? എങ്ങനെയാ? അൺബോക്സ് അല്ല, അൺബോസ് യുവർ ഫ്യൂച്ചർ. അൺബോസ്. അൺബോസ് അല്ലേ? ബോസ് ഇല്ലാത്ത ആ അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കരിയർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ജോബ്, കരിയർ. യെസ്. അപ്പൊ കരിയർ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് മൈൻഡിൽ വരുന്ന ഒരു കാര്യം? എന്താണ് കരിയർ? എന്താണ് നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ഒന്ന് പറയുമോ? ജോലിയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങള്, കരിയർ. ജോലിയുമായി സംബന്ധിച്ച കാര്യങ്ങളാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാന്? വേറെ ആൾക്കാര് ഞാൻ എന്താകണം പാഷൻ അനുസരിച്ചുള്ള ജോബ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്നുണ്ട്. അതെ, താങ്ക് യു ശിലാമ. അപ്പൊ നമ്മൾ ഈ ജോലി, കരിയർ എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടല്ലേ? അപ്പൊ ജോബും കരിയറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ജോബ് തന്നെയാണോ കരിയർ? കാരണം നമുക്ക് പൊതുവേ ഒരു തോട്ട് എല്ലാവരിലും ഉണ്ടാവും, ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ് ആയെന്ന്. അതായത് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ആവുക അല്ലെങ്കിൽ സെറ്റിൽഡ് ആവുന്നതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ജോബിനെ കാണുന്നത്. പക്ഷെ ജോബും കരിയറും ഒരിക്കലും സെയിം അല്ല. ജോബ് എന്ന് പറയുന്നത് നമുക്കിപ്പം എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത്. ഇപ്പൊ ശിലാമൻ പറഞ്ഞതുപോലെ നമ്മുടെ പാഷൻ ആയിരിക്കണം എന്നില്ല, എന്ത് ജോലിയും നമുക്ക് ചെയ്യാം. പക്ഷെ കരിയർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ജോബ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അന്നന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ കരിയർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാളത്തേക്കുള്ള കാര്യമാണ്, നമ്മുടെ ലൈഫ് ലോങ്. അതായത് ഇന്ന് നമ്മൾ എന്താ പറയാ, പടുത്തുയർത്തുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും ഓരോ ജോബ് ചെയ്ത്. അതായിരിക്കും നാളെ നമ്മുടെ കരിയർ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അതൊരു കരിയറിന്റെയും ജോബിന്റെയും ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാം. ഒരു മിനിറ്റ് തന്നെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. രസക് സാർ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ഓക്കെ, ഇപ്പൊ ചെയ്യാം. ശരി. താങ്ക് യു സാർ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാനിവിടെ ജോലി വേഴ്സസ് കരിയർ അതിന്റെ ഒരു ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജോലി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് അന്നന്നത്തെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഇപ്പൊ ഇന്നൊരു വരുമാനം വേണം, അതിനുവേണ്ടി നമ്മൾ ജോബ് ചെയ്തേ പറ്റുള്ളൂ. അതായത് സെയിം ജോലി ആയിരിക്കും, സെയിം സാലറി, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മുടെ
ഓരോ ദിവസവും നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല, ഓരോ ജോലി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കരിയർ എന്ന് പറയുമ്പം അവിടെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും, നമുക്ക് പുതിയ പുതിയ ലേണിങ്സ് ഉണ്ടാവും. നമുക്ക് ഇപ്പൊ ഒരുപാട് പ്രഷർ വരുമ്പോഴാണെങ്കിൽ നമ്മൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നെക്സ്റ്റ് എന്താണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഡിഫറൻസ് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ നമ്മള് ഈ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ടീനേജിൽ അവർ അടുത്തൊരു ഡിഗ്രി കോഴ്സിലേക്ക് കയറുമ്പോൾ അവിടെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞങ്ങൾ എന്ത് കോഴ്സ് എടുക്കണം. അപ്പൊ കൂടുതൽ ആൾക്കാരും പൊതുവെ കണ്ടുവരുന്നത് ചില കുട്ടികളിൽ ഒരു പക്ഷെ നേരത്തെ പേരൻസിന്റെ ഹെൽപ്പോടെയും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അവരൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇന്ന കോഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇന്ന കോഴ്സ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉള്ള കുറച്ച് പേരുണ്ടാവും. എന്നാൽ വളരെ കുറച്ച് ശതമാനം മാത്രമായിരിക്കും അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നത്, അവർ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടുതൽ ശതമാനവും കാണുന്നത് എന്താന്ന് വെച്ചാൽ, എവിടെയെങ്കിലും നമ്മളിപ്പം ഒരു ജോലി വേണം, മെയിൻ ആയിട്ടും എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു ജോലി വേണം, ജോലി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം എന്താ പറയാ സാലറി വാങ്ങാൻ പറ്റണം, സാലറി കിട്ടുന്നതോടുകൂടി കരിയർ റെഡിയായി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ജോലി എന്ന് പറയുന്നത് മാസാവസാനം നമുക്ക് വരുന്ന ഒരു വരുമാനം മാത്രമായിരിക്കും. മന്ത്ലി ഇൻകം തരുന്നത് എന്തും നമുക്ക് ജോബാണ്. കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളർച്ച, ലൈഫ് ലോങ് ഗ്രോത്ത് ആണത്. അത് ഒരു ദിവസം 2 ദിവസം അല്ലെ 1 ഇയർ 2 ഇയർ കൊണ്ട് നമുക്ക് എന്താ പറയാ കംപ്ലീറ്റ്ലി കിട്ടിയെന്ന് പറയുന്നതല്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനൊരു സ്റ്റോപ്പ് ഇല്ല, കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് നമുക്ക് അതിനെ പറയാം. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും കോഴ്സുകൾ ചൂസ് ചെയ്യുക? ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും പാരന്റ് ആണെന്ന് അറിയാം. അപ്പം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പല വ്യൂ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, കാരണം ഓരോ കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും. ഇതിൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. അതിലൊന്നാമത്തെ കാര്യമാണ് ഫോമോ ട്രെൻഡിങ്. അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെന്റ് നമ്മുടെ ടിവിയിലും അല്ലാതെയൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണാം. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, ഇത്ര രൂപ സാലറി ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ വരുന്ന പിന്നെ കുട്ടീനെ നമുക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കാം, അതാകുമ്പോൾ അവരുടെ ലൈഫ് സെറ്റിൽഡ് ആവുമല്ലോ, അതായിരിക്കും എല്ലാ പേരൻസും പെട്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ട്രെൻഡിങ് കോഴ്സുകളുടെ പുറകെ പോകുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പലരും നോക്കാറില്ല. അതൊരു ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെയുള്ളത് പീർ പ്രഷർ എന്ന് പറയാം. അത് ചില ആൾക്കാരിൽ ഇപ്പൊ പറയുന്ന കേൾക്കാം, എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തതെന്ന് ചോദിച്ചാൽ, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആ കോഴ്സ് ആയിരുന്നു എടുത്തത്, അതുകൊണ്ട് ഞാനും. അതായത് ആ കോഴ്സിനെ പറ്റി നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല, അവരുടെ കൂട്ടുകാരെടുത്തത് കൊണ്ട് മാത്രം അവരും ആ കോഴ്സ് എടുക്കുന്നു. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഏത് കോഴ്സ് എടുത്താലും അതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, അതിന്റെ മുന്നോട്ടുള്ള ലേണിങ്സ് എന്തൊക്കെയാണ്, അതിന് നമുക്ക് എത്രയായിരിക്കും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അതിന്റെ ഒരു സാലറി എത്രയായിരിക്കും, നമ്മൾ അതിന്റെ സ്കോപ്പ് നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ചിലർക്ക് ഇപ്പം കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള കുട്ടികൾ ചില കോഴ്സുകൾ എടുക്കുമ്പോൾ അതിന് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, എത്രത്തോളം നമുക്ക് സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇനി അഥവാ മുന്നോട്ട് പോകാൻ, അതായത് പുറത്തേക്ക് പോകാൻ, ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് പുറത്തേക്കുള്ള ഓപ്ഷൻസും നോക്കാം. ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്ത് ആ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എവിടേക്കാണ്, ഏതൊക്കെ കൺട്രീസിലാണ് ഇതിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത് നോക്കണം. ഇതിന്റെ വിസിബിലിറ്റി, സാധ്യതകൾ എല്ലാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു കോഴ്സിലേക്ക് പോകാൻ. പക്ഷെ ഈ ചില കാര്യങ്ങളൊന്നും ഒരു പക്ഷെ ഒരു 90% ആൾക്കാരും അറിയുന്നുണ്ടാവില്ല ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പേരിൽ കാണുന്നത്, നമ്മളിപ്പം പഠിച്ചു വരുമ്പോൾ ആ ഒരു സ്കൂളിലാണേലും കോളേജിലാണേലും നമുക്ക് എപ്പോഴും പ്രാധാന്യം തരുന്ന സ്കോർ ചെയ്യാനാണ്, അതായത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, മേഘ മാം ഒക്കെ ടീച്ചറാണ്, നമുക്കറിയാം എല്ലാ കുട്ടികളോടും നമ്മൾ പറയാം നന്നായി പഠിച്ച് നന്നായി മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ, നന്നായി മാർക്ക് വാങ്ങിയാൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവും. പക്ഷെ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നന്നായി മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് ലൈഫിൽ എപ്പോഴും സക്സസ് ആവുന്നതെന്ന്? അങ്ങനെയല്ല മാം. മാർക്ക് SLCക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഗ്രൂപ്പ് എടുക്കാൻ, കൂടുതൽ പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ടാ പറയുന്നത്. നല്ല മാർക്കോടെ SLCക്ക് പാസ്സായ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് എടുക്കാം. കോളേജ് ഇപ്പോൾ +1 അഡ്മിഷൻ കിട്ടാൻ നല്ല പ്രയാസമല്ലേ.
അതുകൊണ്ടാണ് ഇന്ന് ടീച്ചേഴ്സ് മാർക്കിന് വേണ്ടി പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു മേഘാമ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ മേഘാമൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഒരു ലെവലിലേക്ക് പോകാനാണ് നമ്മൾ മാർക്കിന്റെ ആവശ്യം വരിക. ഇപ്പൊ നമ്മൾ 10th കഴിഞ്ഞിട്ട് +1 +2 എടുക്കുമ്പോൾ നമുക്ക് അടുത്തൊരു കോഴ്സിലേക്ക് നമുക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ മിനിമം 80%, 70% അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ബൈഹാർട്ട് പഠിക്കുക എന്ന് പറയും. അവരിങ്ങനെ ഇത് കാണാതെ പഠിക്കും. ഒരുപക്ഷെ ഇതിന്റെ ലോജിക്ക് എന്താണ്, പിന്നിലുള്ള ലോജിക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഞാനും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. എനിക്ക് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഏറ്റവും നന്നായി സ്കോർ ചെയ്യണം. ആ സ്കോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാതെ അത് അങ്ങനെ നമ്മൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കും. ഇതിൽ എനിക്കിപ്പോ ഇവിടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വേണ്ടത് സ്കോർ അല്ല, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കണം വേണ്ടത്. അത് ഏത് വിഷയത്തെ പറ്റി എടുത്താലും നമ്മളോട് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല എല്ലാവരും ചോദിക്കുന്നുണ്ടാവുക. നമ്മുടെ ഒരു കരിയറിലേക്ക് വരുവാണെങ്കിലും ഒരു ജോബ് ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ തിയററ്റിക്കൽ നോളജിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കണം ഉണ്ടാവുന്നുണ്ടാവുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി കോളേജിൽ ടോപ്പർ ആണ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് ഹോൾഡർ, അങ്ങനെയാണ്. ഏത് എക്സാം എഴുതിയാലും ആ കുട്ടി ടോപ്പിലെത്തും. പക്ഷെ ആ കുട്ടിക്ക് ഒരിക്കലും ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റണമെന്നില്ല. കാരണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ബാച്ചിൽ ഒരുപാട് കണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായി പഠിക്കും. എന്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ആൻസർ ഷീറ്റിൽ അത് എഴുതാൻ പറ്റും. പക്ഷെ ആ കുട്ടികൾക്ക് ഒരിക്കലും ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റാറില്ല. അതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ പേടി, കാരണം കുറച്ച് പേരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അവർ ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നു. അവരുടെ ഉള്ളിലുള്ള സ്കില്ല് അവർക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർ ബൈഹാർട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ പേപ്പറിൽ എഴുതിയതിനേക്കാൾ ഉപരി അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ പ്രായോഗിക കഴിവുകളേക്കാൾ സർട്ടിഫിക്കറ്റിന് പ്രാധാന്യം നൽകരുത്. നമുക്ക് എപ്പോഴും വേണ്ടത് പ്രാക്ടിക്കൽ നോളജ് ആണ്. ഇതാണ് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഈ ജോബ് കരിയർ എന്ന കാര്യത്തിൽ ഇവിടെ പറയാനുള്ളത്. കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് എന്തിനാണ് പോകുന്നത്, സ്കോപ്പ് എന്താണ്, ഈ ജോബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ കരിയർ, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ കോഴ്സുകൾ എടുക്കുന്നതും നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ചിങ് ആയിട്ട് നിൽക്കും. ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ് ജോബും കരിയറും തമ്മിലുള്ള ഡിഫറൻസ്. ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും നമുക്ക് ജോബായിട്ട് പറയാം. അതിന്റെ ഒരു ആക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബോസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെന്താണോ പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻ മാത്രം ഫോളോ ചെയ്യലായിരിക്കും ജോബ് ചെയ്യുന്ന ഒരാളുടെ മെയിൻ ആയിട്ടുള്ള ഒരു KRA അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളപ്പോൾ ഒരു സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിപ്പോൾ അതാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ, ബേൺ ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല നമ്മളൊരു ജോബ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്നാൽ ആ ജോബിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കരിയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്കൊരു ലോങ് ടൈം വിഷൻ വേണം. നമ്മൾ ഭീമാജിക്ക് പറയുന്നത് പോലെ ആഫ്റ്റർ 5 years ഞാൻ എവിടെയായിരിക്കും, അല്ലെ ആഫ്റ്റർ 10 years എന്റെ റോൾ എന്തായിരിക്കും, എന്റെ ജോബ് അല്ലെ എന്റെ കരിയർ ഞാൻ എവിടെയായിരിക്കും കാണുന്നത്. അങ്ങനെ ഒരു ലോങ് ടൈം വിഷൻ കരിയറിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അപ്സ്കില്ലിംഗ് ആൻഡ് അപ്ഗ്രേഡിങ്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനം അവിടെ തീർന്നതെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ അറിയാം പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട് എല്ലാ മേഖലയിലും നോക്കിക്കഴിഞ്ഞാൽ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണ്ട് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ടൈപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് പെട്ടെന്നാണ് കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പഴയ അതിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ വരും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് സിനർജി ആൻഡ് ബ്രാൻഡ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഉള്ള ഡിഫറൻസ് ജോബ് ആൻഡ് കരിയറിന്റെ. ഇതിലിപ്പോ നമ്മളൊരു അപ്ഗ്രേഡേഷൻ നടത്തിയില്ലെങ്കിൽ, നമ്മളൊരു സ്റ്റാഗ്നേഷൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്ഗ്രേഡേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മളൊരു ലൂപ്പിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കും. എല്ലാ ദിവസവും ഒരേ ജോലി, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. ഇന്ന് ചെയ്യുന്നത് തന്നെ നാളെയും ചെയ്യുന്നു, വർഷങ്ങളായിട്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാണ് നമ്മളൊരു ലൂപ്പിൽ അകപ്പെട്ടു പോകുന്നത് എന്ന് പറയുക. അതിനെ നമുക്ക് സ്റ്റാഗ്നേഷൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള നമ്മുടെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇതിവിടെ ഒരു ലൂപ്പായിട്ട് നമ്മൾ
സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെപ്സ് മേലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിരന്തരം പഠിക്കുക. നിരന്തരം പഠിക്കുക, നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊരു ഇന്ന ജോബില് അല്ലെ ഇന്ന ഒരു ഫീൽഡില് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് ഫീൽഡ് എടുത്താലും ഇപ്പൊ നമ്മുടെ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നമുക്കറിയാം, ഓരോരുത്തരോട് ചോദിച്ചാലും എല്ലാ ഫീൽഡിലും അതിൻ്റെതായ പ്രഷർ ഉണ്ടാവും. അവിടെ എന്തൊക്കെ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുണ്ടാവും. എല്ലാ ഫീൽഡിലും അതുണ്ടാവും. അതൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് അങ്ങനെ ഒരു ജോബിൽ മാത്രമേ സ്കിൽ അപ്ഗ്രേഡേഷൻ ഉള്ളൂ എന്നല്ല, എല്ലാ ജോലിയിലും നമുക്ക് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലൂപ്പിൽ അകപ്പെട്ടതുപോലെ തോന്നുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര വർക്ക് പ്രഷർ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ജോബ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ഒരു ജോലി, നമുക്കൊരു വരുമാനം വേണം, കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്, അതിനുവേണ്ടി മാത്രം നമ്മൾ ജോബ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു പ്രഷർ ഒരു തളർച്ചയായിട്ടാണ് തോന്നുക. എനിക്ക് നല്ല വർക്ക് പ്രഷറാണ്, എനിക്കൊന്നിനും കഴിയുന്നില്ല, അങ്ങനെ ഒരു മൈൻഡിലേക്കായിരിക്കും നമ്മൾ എത്തുക. കാരണം നമ്മൾ ജോബ് ചെയ്യുന്നത് ജസ്റ്റ് മണിക്ക് വേണ്ടി മാത്രമാണ്, എമൗണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ എനിക്കൊരു ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിമാജിക്കിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒരു എനർജി മെഡിസിൻ എന്ന് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഞാൻ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ആ ജോബിൽ നിന്നുമുള്ള എമൗണ്ടിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയോടുള്ള ഒരു മടുപ്പ് ഒഴിവാക്കാം. നമുക്ക് ഒരിക്കലും ഈ ജോബ് കരിയർ തരില്ല, അങ്ങനെ ആയിരിക്കരുത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. എന്ത് പ്രഷർ വരുമ്പോഴും അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റണം. അപ്പൊ നമ്മുടെ കരിയറിൽ വരുന്ന ആ ഒരു വർക്ക് പ്രഷർ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ കരിയർ നന്നായി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലൊരു കരിയർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സ്കിൽ അപ്ഗ്രേഡേഷൻ, പിന്നെ ഗോൾ സെറ്റിങ്സ്, നമ്മുടെ ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് വരുന്ന ഇൻകം. ഈ 3 കാര്യങ്ങളും ഒരുപോലെ ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കും ഒരിക്കലും വർക്ക് പ്രഷർ ഒരു ഹെഡേക്ക് ആവുന്നതല്ല. ആ വർക്ക് പ്രഷർ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ ജോബിലെ കരിയറിൽ ഒരു ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് മറികടക്കാൻ നമുക്ക് എന്താണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്, എന്ത് പഠിച്ച് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം, അല്ലെ ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയാണ് ഈ ചലഞ്ച് നമുക്ക് മറികടക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് ഒരു സ്റ്റെപ്പായിട്ട് ഇതിനെ കാണാം. എപ്പോഴും നമ്മുടെ ഗ്രോത്ത് അല്ലെ നമ്മുടെ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരേ സെയിം റൂട്ടിൽ തന്നെ ആവുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ സ്ഥിരം റോഡിലൂടെ തന്നെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഓരോ ദിവസത്തെയും യാത്രയിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചക്കരാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സ്ലൈഡിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ കരിയർ ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മളൊരു കരിയർ നന്നായി ബിൽഡ് ചെയ്തെടുക്കുക, നമ്മുടെ നല്ലൊരു കരിയർ ഫ്യൂച്ചർ, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വിചാരിക്കാൻ നന്നായി പഠിച്ചാൽ മാത്രം മതി. ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ അത് മാത്രമല്ല, നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാവണം, നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാവണം. നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളവര്, അവരെപ്പോഴും ഞാൻ എൻ്റെ ഒരു മാനേജറിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു കിട്ടിയ ഒരു അറിവാണ്, ഏത് മേഖലയാണെങ്കിലും അതിലൊരു 10+ years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുക. പിന്നെ ഓഫീസിലൊക്കെ ആകുമ്പോഴറിയാം, വേറൊരു കാര്യം പറഞ്ഞിരുന്നത്, ഒരിക്കലും നമ്മുടെ കോമ്പറ്റീറ്ററോട് നമ്മൾ അഡ്വൈസ് ചോദിക്കരുത്. കാരണം അവിടെ കോമ്പറ്റീഷൻ ആണ്, നമ്മൾ ആ രണ്ടുപേരും തമ്മിൽ. ആ ആൾക്കാരോട് നമ്മൾ ഒരിക്കലും ഡൗട്ട് ക്ലിയർ ചെയ്യാനോ നമ്മുടെ കരിയർ പ്ലാനിങ്ങിനെ പറ്റി ചോദിക്കാതെ നമ്മൾ ഏത് മേഖലയാണോ എടുക്കുന്നത് അവിടെ ഒരു 10 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള, അതിൽ കൂടുതൽ ഏറ്റവും നല്ലത് മിനിമം ഒരു 10 years ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിക്കുക, നമുക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അവര് നമുക്ക് നല്ലൊരു സജഷൻസ് പറഞ്ഞു തരും. അതിന് നമ്മൾ നല്ലൊരു നെറ്റ്വർക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പൊ നേരത്തെയൊക്കെ ഞാൻ ഫസ്റ്റ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഓഫീസിൽ പോവും, എൻ്റെ ആ ഒരു ക്യാബിനിൽ ഇരുന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്യും, ലഞ്ച് കഴിക്കും, തിരിച്ചു വരും. അവിടെ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്, പക്ഷെ ആരുമായിട്ടും അങ്ങനെ കണക്റ്റഡ് അല്ല. ആ ഒരു ടൈമിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എൻ്റെ ജോലി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു, മാനേജർക്ക് മെയിൽ അയക്കുന്നു, പിന്നെന്താ കുഴപ്പം, തന്ന ജോലി തീർത്തു. ഒരിക്കലും ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഞാൻ അന്നേരം ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും.
നമ്മുടെ മാനേജേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടും ഒരുപാട് ആൾക്കാരുമായിട്ട് പലരുടെയും അറിവുകൾ പലതായിരിക്കും. അപ്പൊ ആൾക്കാരുമായിട്ട് നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് നമ്മുടെ കരിയറിൽ യൂസ് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്, പല കാര്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് സക്സസിലെത്തിയ ആൾക്കാരുണ്ടാവും. അവരെങ്ങനെയാണ് അവിടം വരെ എത്തിയത്, അവർക്ക് എന്താണ് മറ്റുള്ളവർക്ക് തരാനുള്ള അഡ്വൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ പല മേഖലകളിലുള്ളവരുണ്ടാവാം. നമ്മളിപ്പോ ജസ്റ്റ് നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരുമായിട്ട് മാത്രം കണക്റ്റഡ് ആവുന്നു. ഇപ്പോ അവരാണെങ്കിൽ ഡെയിലി കുറച്ച് സിനിമ ഗോസിപ്സ് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള് ഗോസിപ്പുകളൊക്കെ പറയുന്ന ഒരാളുടെ കൂടെയാണ് നമ്മൾ എപ്പോഴും നടക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ കൂട്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും അതിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതിനാണ് ഇവിടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇതെനിക്ക് നമുക്കിപ്പോൾ ഒരു സിഗ്നേച്ചർ എന്ന് പറയാം. ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്ക്. അപ്പോൾ ഒരു മാനേജറുടെ വ്യൂ ഓഫ് പോയിന്റിൽ നോക്കുമ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരുപോലെ വർക്ക് ചെയ്യുന്നു. അതിൽ നമ്മൾ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റും. എല്ലാ വർക്കുകളും ഒരുപോലെ ചെയ്യാതെ എല്ലായിടത്തും നമുക്ക് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം. ഇപ്പൊ ശ്രീഷ്ണ എന്ന് പറയുമ്പോൾ ശ്രീഷ്ണ ചെയ്യുന്ന വർക്ക് മിനിമം ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ശ്രീഷ്ണയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഇന്ന അപ്ഡേറ്റ് കിട്ടും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അത് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് പ്ലസ് നെറ്റ്വർക്കിംഗ്, ഇത് രണ്ടും നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ കരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും ഇതില്. കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ലൈഫിലും ഒരേ ചലഞ്ചസ് ആവണമെന്നില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ചലഞ്ചസ് ആയിരിക്കും. ഇതിലിപ്പോ ഞാൻ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് പോലെ നമുക്ക് ഫാമിലി ഉണ്ട്, പാർട്ട്ണർ ഉണ്ട്, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ പല രീതിയിൽ ഒരാൾക്ക് ഒരു കാര്യമാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു രീതിയിലായിരിക്കും. ഇപ്പൊ നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ജോലി കിട്ടി കഴിയുമ്പോൾ നമ്മൾ അത് എന്താ പറയാ ഒരു നമ്മൾ സെറ്റിൽഡ് ആയി, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഒരു ജോലിയൊക്കെ ആയി, നെക്സ്റ്റ് നമുക്ക് വേഗം കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു വീട് പണിയാം, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേരൻസ് തരുന്ന ആ ഒരു കെയറിങ്, ആ ഒരു സപ്പോർട്ട് ജോലി കിട്ടിയതിന് ശേഷം അതിൽ ചെറിയൊരു സ്ലൈറ്റ്ലി ഒരു ചേഞ്ചസ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ സൊസൈറ്റിന്റെ പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു എക്സാം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം സ്കൂളിൽ പോവാതിരിക്കാൻ നമ്മുടെ പേരൻസ് സമ്മതിച്ചായിരുന്നു. എല്ലാ ദിവസവും പോകണം, അറ്റൻഡൻസ് നന്നായിട്ട് ഉണ്ടാവണം, അതുപോലെ തന്നെ എല്ലാത്തിലും എന്റെ കുട്ടി പങ്കെടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും. എന്നാൽ ഇതേ കുട്ടി തന്നെ ജോലിയിലേക്ക് കടന്നതിന് ശേഷം പിന്നെ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ്, വീടിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു വ്യക്തിയിലേക്കാവും. അതിനുശേഷം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലോ ഇപ്പോ റിലേറ്റീവ്സിന്റെ എന്തെങ്കിലും മാരേജ് വരുമ്പോഴാണെങ്കിലോ നമ്മൾ ഒരിക്കലും കുട്ടിക്ക് നേരത്തെ എക്സാം ഉണ്ടായിരുന്നു എന്ന് നോക്കുന്നത് പോലെ ഓഫീസിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ, ലീവ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കില്ല. അവരോട് ലീവിനെ പറ്റി സംസാരിക്കും, നമുക്ക് ലീവ് എടുക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവര് തന്നെ മുന്നോട്ടിറങ്ങി നിൽക്കേണ്ടി വരും. ഈ റെസ്പോൺസിബിലിറ്റി അവരിലേക്ക് ഷെയർ ചെയ്യുന്ന കേസുകളിൽ, ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് പോകുന്ന ഫാമിലിയിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ജോബും അതിന്റെ ഒപ്പം ഈ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി വരുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ചലഞ്ചസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മൾ ഈ കരിയറിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോഴും ഈ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി വരുമ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ആൾക്കാരും ഉണ്ട്. ഇത് ഒരു പാരന്റ്സിന്റെ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ ആഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മളൊരു ലൈഫ് പാർട്ട്ണറിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കേസിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീവ്, നമ്മുടെ ഒരു കരിയർ ഗോള്, ഇതൊന്നും ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവര് നോക്കുമ്പോൾ ഓക്കെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ജോബ് ഉണ്ട്, ഇനിയിപ്പോ എന്താണ് ജോബ് കിട്ടി മന്ത്ലി നമുക്ക് സാലറി വരുന്നു, ഇനി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് അല്ലാതെ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കരിയർ ഗോൾസ്, അതിനെന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു നോളജ് ഇല്ലായ്മ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ലീവിന്റെയും വർക്ക് പ്രഷറിന്റെയും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ബോത്ത് പേരൻസ് ആൻഡ് നമ്മുടെ പാർട്ട്നേഴ്സ് അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു നോളജ് ഇല്ലാത്തൊരവസ്ഥ. അത് മെയിൻ ആയിട്ട് നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താത്തത് കൊണ്ടും ഈ കരിയറിന്റെ അല്ലെങ്കിൽ ജോബിന്റെ ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ആ ജോബിൽ നമുക്ക് മുന്നോട്ട് നിൽക്കണമെങ്കിൽ, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ
നമ്മൾ മിനിമം പെർ ഡേ ഒരു 30 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്ന ജോലിയെ പറ്റി മുന്നോട്ടുള്ളത് പഠിക്കണം. പുതിയ പുതിയ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓഫീസ് ടൈമിൽ പല പ്രൊഫഷണലിലും പല സമയത്ത് ഒരു പീക്ക് മൊമെന്റ് ഉണ്ടാവും. ആ സമയത്ത് നമ്മളോട് മാനേജേഴ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹയർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് ഒരു ഓർഡർ വരും, നിങ്ങൾ ഈ സമയത്ത് ലീവ് എടുക്കരുത്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അവർക്ക് അതൊരു ചലഞ്ചിങ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ആണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ഇതിൽ നമുക്കൊരു എന്താ സൊസൈറ്റി പറഞ്ഞിട്ടുള്ള ജെൻഡർ പ്രഷറുകളും ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് ചലഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ കരിയറിലേക്ക് എത്തുന്നത്. ഇതിലിപ്പോ നമ്മൾ ഗവൺമെന്റ് ജോബ്, പ്രൈവറ്റ് ജോബ് അങ്ങനെ ഡിഫറൻസ് ഇല്ല. ഓരോ ജോബിനും അതിൻ്റെതായ പ്രഷർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ജോബ് 10 to 6 ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു 10 to 6 ഇപ്പൊ ഗവൺമെന്റ് ജോബ് മാത്രം ചെയ്ത ഒരാൾക്ക് ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് നോക്കുമ്പോൾ അവിടെ ഷിഫ്റ്റുകളായിരിക്കും. ഷിഫ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് തോന്നുന്നുണ്ടോ ഒരു 10 to 5 കഴിഞ്ഞാൽ നമുക്ക് പോരാൻ പറ്റും. അത് ഗവൺമെന്റ് ഓഫീസിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. പക്ഷെ ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പം അവിടെ ക്വാർട്ടർ പ്രഷറുകൾ ഉണ്ടാവാം. പ്രൊജക്ട് റിലീഫ്, പ്രൊജക്ട് റാം ഡൗൺ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു മാർച്ച് മന്തിൽ വരുന്ന, ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മാർച്ച് മന്തിൽ വരുന്ന ഒരു തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രഷറുകളെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കരിയർ എന്ന് പറഞ്ഞ ട്രാവല് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജെൻഡർ പ്രഷറുകൾ. ജെൻഡർ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള പ്രഷറുകൾ ഉണ്ട്. ഇപ്പോ പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുടുംബ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് വിന്നർ പ്രഷർ എന്ന് പറയും. അവർക്ക് ഉള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ജോബ് ചെയ്യണം, അവിടെ അവർക്ക് നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. സെയിം ടൈം അവർ അതും മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ ഫാമിലിന്റെ കാര്യവും മാനേജ് ചെയ്യണം. ഈ രണ്ട് സ്ഥലത്തും ഇവരുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അത് ഒരുപോലെ നിൽക്കുന്നതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. കാരണം വീട്ടിലെ കാര്യങ്ങൾ കൊണ്ട് ഓഫീസിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അവിടെ മാനേജ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടുത്തെ പ്രഷർ, ഓഫീസിലെ പ്രഷർ കൊണ്ട് നമുക്കത് ഫാമിലിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് മെയിൽസിനെ സംബന്ധിച്ചിട്ട് അതൊരു ഭയങ്കര പ്രഷറുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പൊ അവർ ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. ജോലി കിട്ടുന്നതോട് കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്ന കുറച്ച് ഓണർഷിപ്പ്, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ കുറച്ചായിരിക്കില്ല, ഒരുപക്ഷെ ചില ഫാമിലീസ് കംപ്ലീറ്റ് ഓണർഷിപ്പ്, കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവരിലേക്കായിരിക്കും വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പം കോളേജിൽ മുതൽ പഠിച്ചു വന്ന എൻ്റെ ഒരു ഫ്രണ്ട്, ആള് ജോബ് കിട്ടി നെക്സ്റ്റ് മന്ത് മുതൽ അച്ഛൻ ജോലിക്ക് പോകുന്നത് നിർത്തുന്നു. അപ്പൊ അവര് കംപ്ലീറ്റ് വീടിന്റെ ഉത്തരവാദിത്വം ആ ഒരു മോനായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം പെങ്ങളുടെ കല്യാണം വരും, സ്വന്തം മാരേജ് വരും, വീടിന്റെ പണി വരും. ഈ പറയുന്ന എല്ലാത്തിനും ഇവര് ലോണ് അല്ലെങ്കിൽ മറ്റോരോരോ ഫിനാൻഷ്യൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവര് ആ ഒരു പ്രഷറിലൂടെ ആയിരിക്കും കടന്നു പോകുക. അതിന്റെ ഒപ്പം തന്നെ ഇവരുടെ ജോബ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ജോബിൽ പ്രോപ്പറായിട്ട് നമ്മൾ ലേണിങ്ങും സ്കിൽ അപ്ഗ്രേഡേഷൻ കൊടുത്താൽ മാത്രം നമുക്ക് നല്ലൊരു കരിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓവർകം ചെയ്താൽ മാത്രമേ ഒരു പുരുഷന് നല്ലൊരു രീതിയിലേക്കുള്ള കരിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ 3 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ബേർഡൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഒന്ന് ഹൗസ് ഹോൾഡ്, നമ്മുടെ ആ ഒരു വീട്ടു ജോലിനെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് വരുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് വരാറുണ്ട്, മാരേജ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മെറ്റേണിറ്റി ലീവ്. ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്, മാരേജ് ആയെന്നും പറഞ്ഞ് അവർക്ക് ജോബ് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ ഉണ്ടായത് കൊണ്ട് ജോലി നിർത്തേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ കരിയറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവരുടെ മുന്നിൽ ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് ഓഫീസിലേക്ക് വരാൻ പറ്റുള്ളൂ. ഹൗസ് ഹോൾഡ് ആൻഡ് കരിയർ പോസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും ഓവർകം ചെയ്തവർക്ക് കരിയറിലേക്ക് വരാൻ പറ്റും. അവിടെയും ഈ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പിൾ ബേർഡനിലൂടെ പോകുന്ന സ്ത്രീകൾ ഒരുപാട് അവിടെയും കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ട്രിപ്പിൾ ബേർഡൻ എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു കരിയർ എങ്ങനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാം, അതിന് നമുക്ക് വേണ്ടത് എക്സ്റ്റേണൽ സപ്പോർട്ട് ഫ്രം ഫാമിലി, സൊസൈറ്റി ആൻഡ് അവർ പാർട്ട്ണർ. നല്ലൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു മൈൻഡ് ഉണ്ടാവണം, എനിക്കൊരു നല്ല കരിയർ വേണം.
മുന്നോട്ടേക്ക് എനിക്ക് കൂടുതൽ പഠിക്കണം, എൻ്റെ കരിയർ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു വിഷൻ ഫസ്റ്റ് വേണം. നെക്സ്റ്റ് നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടാവണം. ആ ഒരു ഇന്റേണൽ ഷിഫ്റ്റിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ്. ഡെയിലി ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കാതെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കൂടുതലായിട്ട് ചെയ്യാം, നമ്മുടെ ഒരു സിഗ്നേച്ചർ, ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ ഏതൊക്കെ സ്കില്ലാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നത്, അതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ടു അവർ പേരൻസ്, ഫാമിലി ആൻഡ് ലൈഫ് പാർട്ട്നർ. കാരണം ഈ രണ്ട് ആൾക്കാരായിരിക്കും എല്ലാവരിലും കൂടുതലും അടുത്ത് നിൽക്കുക, അവർക്കായിരിക്കും നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ ക്രിയേറ്റ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ജോലികൾ അവർക്കും കൊടുക്കാം. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് ഇവർ തന്നെ പോയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രോസറീസ് പർച്ചേസ് ചെയ്യണം, അങ്ങനെ ഇല്ലാതെ നമുക്ക് പാർട്ട്ണറോട് പറയാം, ഒരു ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം നീ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് റിലാക്സേഷൻ കിട്ടും. നമുക്ക് ആ ടൈം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ലീവിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും പറയാം, ഈ ഒരു ടൈം എനിക്ക് ഇച്ചിരി ബിസി ആയിട്ടുള്ള ടൈമാണ്, സോ വി വിൽ പോസ്റ്റ്പോൺ അവർ ലീവ് ടു ദിസ് മന്ത്. ആ ഒരു ലീവ് പോസ്റ്റ്പോണ്ടിങ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് സക്സസിലേക്കും കരിയർ സക്സസിലേക്കും പോകാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയറിന്റെ ഗ്രാഫ് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മേലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെലവാക്കേണ്ടത് വളരെ കുറച്ച് സമയമാണ്. എല്ലാ ദിവസവും അതിനുവേണ്ടി സമയം കണ്ടെത്തുക. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇനി എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കാം. ഇതിനങ്ങനെ ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയി റിസൈൻ ചെയ്തു അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ജോലി ഇന്നത്തെ ആവശ്യമാണ്. ജോലി ഈസ് ഫോർ ടുഡേസ് നീഡ് ആൻഡ് അവർ കരിയർ ഈസ് ഫോർ ടുമോറോസ് ഐഡന്റിറ്റി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തതാണ്. എനിക്ക് അധികം അങ്ങോട്ട് ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീഷ്ണ. വ്യത്യസ്തമായ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. കരിയറിനെ കുറിച്ചും ജോബിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നമ്മുടെ ഫീഡ്ബാക്ക് ടൈം ആണ്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. കൃഷ്ണ മാം, ആ ശരി മാം. ഒരു എപ്പോഴത്തെ പോലെ ശ്രീകൃഷ്ണ വേറെ സബ്ജക്റ്റുകൾ വ്യത്യസ്തമായിട്ടാണ് എടുത്തോണ്ട് വരുന്നത്, സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ കരിയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു, എന്തായിരിക്കും ഇനി കരിയറിനെ പറ്റിയിട്ട് പറയാനായിട്ട് പോകുന്നത്, ഇനി ഓരോ സാധ്യതകളെ പറ്റിയിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോഴല്ല, എൻ്റെ ഒരു വേറൊരു തലമായിരുന്നു പറഞ്ഞു തന്നത്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു ശനി. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് കൃഷ്ണ മാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സാർ. ലളിതമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ രീതിയിൽ പറഞ്ഞു തന്നു. കരിയറും ജോബിനും തമ്മിലുള്ള വ്യത്യാസം, കരിയറിൻ്റെ ആവശ്യകത നമ്മളുടെ ഐഡൻറ്റിറ്റി ആണെന്നുള്ള കാര്യം വളരെ ലളിതമായി സ്മൂത്തായിട്ടും പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഹായ് ശ്രീഷ്ണ. അതെ സർ. PPT ശ്രീഷ്ണ ഉണ്ടാക്കിണ്ടോ? അതൊരു AI ടൂൾ വെച്ചിട്ട് നമ്മൾ എന്താണ് ടോപ്പിക് എടുക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് കൊടുക്കും. അപ്പൊ ഒരു ടൂൾ ഉണ്ട്, അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് PPT ജനറേറ്റ് ചെയ്യും. ഓക്കെ. PPT കുറച്ച് ഒരു വ്യത്യസ്ത മോഡലായിട്ട് തോന്നി. അപ്പൊ PPT ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അത്ര ക്ലിയർ ഇല്ലാൻ സാധ്യതയില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. എനിക്ക് ആ ഒരു PPT ഉണ്ടാക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല, അപ്പൊ ഞാൻ എളുപ്പ വഴി നോക്കുന്നു. ആ ഒരു ടോപ്പിക്ക് എന്റേതായ
കോയിൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു ആ. ചെറിയൊരു AI ടൂൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എളുപ്പം കിട്ടും. നെക്സ്റ്റ് ജെമിനിയിൽ ക്ലാസ് ഇതിനെ അതിനെപ്പറ്റി ആയിരിക്കണം. അതെ ഓക്കെ ഓക്കെ അല്ലേ റസാഖ് സാറേ? അതെ 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 നെക്സ്റ്റ് ക്ലാസ് അതിനെപ്പറ്റി ആയിരിക്കണം. അതന്നെ. ജെമിനിയിൽ തന്നെ ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ട് ശ്രീജിത്തിന്റെ സ്വന്തം ഫോട്ടോ ആണ് ജെമിനി മോഡൽ ആക്കിയില്ല. ബഷീർ സാറൊക്കെ കണ്ടില്ലേ കുട്ടുപാടിന്റെ മുഴുവനായിട്ടുണ്ടോ? മണി സാർ മറ്റേ എന്താ പറയാ ടിബറ്റൻ മലയിൽ പോയിട്ടൊക്കെ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അതെ എന്തായാലും ടോപ്പിക് ഭയങ്കര സംഭവമായിട്ടുണ്ട്. അതായത് പ്രസന്റേഷൻ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് ശ്രീകൃഷ്ണ പറഞ്ഞത്. എന്നാലും നല്ലൊരു രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. അതല്ല അതെ പ്രാക്ടീസ്. ഞാൻ പ്രത്യേകിച്ച് പ്രാക്ടീസിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോ ദിവസം ഡിമാൻഡിക്ക് വന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവര് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാത്തവരാണ് ഇരിക്കണം. അത്രേ ഉള്ളൂ. എന്തായാലും നല്ലൊരു സംഭവമായിട്ടുണ്ട്, നല്ല പ്രസന്റേഷൻ ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ നോക്കില്ല. ഞാൻ വിഷയത്തിന് നല്ല വിഷയമാണെങ്കിൽ ശ്രദ്ധിക്കും, നല്ലത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ അത് PPT ഇതാക്കണം, എങ്ങനെ അതൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ശ്രീഷ്മ. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ, ഒരാൾ പറഞ്ഞോളൂ. മനസ്സാറ് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. മനസ്സാറ് പറഞ്ഞോളൂ. ആ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല PPTയും വളരെ നല്ല പ്രസന്റേഷൻ ആണ്. അതുപോലെ വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞത് അത് മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നത്. അത്ര വ്യക്തമായിട്ട് ഈ ജോബും നമ്മളെ കരിയറായിട്ടുള്ള വ്യത്യാസവും നമ്മളെ മടുപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയ ചാലഞ്ചസ് എല്ലാം ഏറ്റെടുത്ത് നമ്മൾ വിജയത്തിലേക്കും, അതായത് സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല ഒരു ജോബായാലും ശരി, നമ്മളെ പ്രവർത്തനം നമ്മൾ ഇന്ന ആളാണെന്നുള്ള ഒരു ഐഡന്റിറ്റി ഞാളെടുത്ത് പോയാൽ ഇത് ശരിയാവും എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്താണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് ക്ലാസ് അവതരിപ്പിച്ചത്. നല്ല നല്ല പോയിന്റ് വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം, ജോബും കരിയറായിട്ടുള്ള ആ വ്യത്യാസങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ആണ് ഉണ്ടായത്. നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ ബൈസ്റ്റാൻഡറാണ്, പുറത്തുള്ളത്, അതാണ്, അതുകൊണ്ട് പറയാറില്ല. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത പറഞ്ഞോളൂ. ഓക്കെ ശ്രീഷ്മ. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും അറിയേണ്ട ഒരു ടോപ്പിക്. എന്നെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. കരിയർ മെന്ററിങ് എന്നൊക്കെ പറഞ്ഞിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്കിൽസും ഒക്കെ വെച്ച് നമ്മുടെ കുട്ടികളെ എങ്ങനെ ആപ്റ്റ് ആയിട്ടുള്ള കരിയറിലേക്ക് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോകാമെന്നുള്ള ഒരു പദ്ധതികളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മുമ്പോട്ട് പോകുമ്പം എന്തിലാണ് അവരുടെ അഭിരുചി എന്ന് നമുക്ക് വേണമെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതൊരു 10+2 ഒക്കെ ആകുമ്പോൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനു മുമ്പേ അവരുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയുവാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് തിരിച്ചു വിടാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമുണ്ട്. എന്ത് ചെയ്താലും അത് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്താൽ നമുക്ക് ആ ജോബ് വളരെ, അല്ലെങ്കിൽ ആ കരിയർ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാം. കരിയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പർപ്പസ്, ഈ പറഞ്ഞ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ ലൈഫിലെ പർപ്പസും കണ്ടെത്തിയാൽ മാത്രമേ കരിയർ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ജോബ് തന്നെയാണ് കരിയർ എന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല. ജോബും കരിയറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇത്രയൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഒരു ഡൗട്ട്, സർ. ലൈഫ് സ്റ്റൈലിൽ എന്തേ മാറ്റം വരുത്തിയപ്പോ? ലൈഫ് സ്റ്റൈലോ? ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. നൈറ്റ് ഇപ്പം റൈസ് കഴിക്കാറില്ല. വെരി ഗുഡ്, താങ്ക് യു. കാണുന്നുണ്ട് സാർ. ഒരു 2 months ആയി. നൈറ്റിലെ ഫുഡ് ഒരു 8 o'clock മുന്നേ കഴിക്കും. പിന്നെ റൈസ് കംപ്ലീറ്റ്ലി നൈറ്റ് ഒഴിവാക്കി, ഒരു ടൈം എടുക്കുന്നില്ല.
എന്നാ ഓൺലൈനിലൂടെ കണ്ടിട്ട് പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടില്ലല്ലോ. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ബഷീർ സർ. നല്ല ക്ലാസ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഞാൻ വേറൊരു ക്ലാസ് ആയിട്ടുണ്ട്. എന്തായാലും കരിയറിനെ പറ്റിയിട്ടും നമ്മുടെ ജോബ് നല്ല നല്ല പോയിന്റ്സ് നല്ല നല്ല വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് ഒക്കെ സ്ട്രോങ് ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി ആരാ? ഷീജ പറഞ്ഞ ഷീജ. പറഞ്ഞത്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ്. ഞാനൊരു സാധാ ഒരു ഹൗസ് വൈഫാണ്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള വലിയ ഇതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ കുറെ അവയർനെസ് കിട്ടി ഇതിനെ പറ്റിയിട്ടുള്ള. ജോബ് വേറെ, കരിയർ വേറെ എന്നൊക്കെ അറിഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടി കേട്ടിരുന്ന ഒരു ക്ലാസ്, അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഉപകാരപ്പെട്ടൊരു ക്ലാസ്. കൂട്ടത്തിൽ എനിക്ക് അതിനെ പറ്റി കുറച്ച് അറിവ് കിട്ടി. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷീജ മാം. ആരെങ്കിലും? താങ്ക് യു. ഇനി ആരാണ്? പറഞ്ഞോളൂ. വിൻസെന്റ് സാറ് പാട്ട് മാത്രമേ പാടുള്ളോ? അല്ല, നമ്മള് ഈ ഇതാകുമ്പോഴേ നമ്മളൊരു സ്വപ്നമുണ്ട്. കരിയർ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്താലും അതിലേക്കുള്ള വഴി കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവിടെ എത്തുമ്പോൾ മാത്രമേ ചിലപ്പോൾ അറിയുള്ളൂ, അല്ലേ? അതെ. ആ കരിയർ നമുക്ക് നേടിയെടുക്കുന്നത് വരെ ചിലപ്പോൾ എന്താവും, വേറെ എന്തെങ്കിലും ജോലിയായിരിക്കും ചെയ്യുന്നത്. ചില വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ വർക്ക് ചെയ്യുമ്പോഴും അവരെ ഉള്ളിലുണ്ടാവും ഞാൻ ഇന്നതാണ്. അവിടേക്ക് എത്താനുള്ള മാർഗങ്ങൾ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, അത് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എത്തുന്നത് വരെ അവര് നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്തിയതിന് ശേഷം പറയും, ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഴയതെന്തോ ഒഴിവാക്കിയാലും ചെയ്യും. അത് നല്ലൊരു സംഭവമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയത്. ശ്രീകൃഷ്ണ പറഞ്ഞിരിക്കുന്ന ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിലൂടെ പറഞ്ഞു കേൾക്കാതെ എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയാൽ വളരെ നല്ലൊരു ക്ലാസ് തന്നെ, സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. എവിടെ? ഓക്കെ, വൈൻഡപ്പ് ചെയ്തേക്കാം സാറേ. ഏത് ഫീൽഡ് ആയാലും ലോങ് ടേം വിഷനോടെ നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായ ലക്ഷ്യത്തോട് മുന്നോട്ട് പോവുക. കൃത്യമായ ലക്ഷ്യമില്ലാത്ത തുടക്കങ്ങൾ പിന്നീട് ജോലിയോടുള്ള താല്പര്യക്കുറവിലേക്കും മുരടിപ്പിലേക്കും നമ്മെ നയിക്കും. ജോലി നമ്മുടെ ഇന്നിന്റെ ആവശ്യമാണ്. കരിയർ നമ്മുടെ നാളെയുടെ വിലാസമാണ്. ഇന്നും നല്ലൊരു സെഷൻ നമുക്ക് നൽകിയ ശ്രീകൃഷ്ണയ്ക്കും പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ശ്രീകൃഷ്ണ. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു കൃഷ്ണ. താങ്ക് യു ഓൾ.